അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. മലപ്പുറം ജില്ലയിലെ തിരൂര് ചമ്രവട്ടത്തുള്ള മുഹമ്മദ് ഷാദിൽ എന്ന 15-കാരനെ കാണാതായിട്ട് ദിവസങ്ങളായി. ചെറിയൊരു വഴക്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഈ മുഹമ്മദ് ഷാദിൽ എന്ന 15-കാരൻ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാംഗ്ലൂരിൽ എത്തിക്കണമെന്നൊരു വിവരം വീട്ടുകാർക്ക് കിട്ടിയിരുന്നു. ബാംഗ്ലൂരിലുള്ള മലയാളികളും മറ്റാളുകളൊക്കെ ഗംഭീരമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പോഴും ഈ കുട്ടി കാണാൻ മറയത്ത് തന്നെ. ഈ മാസം 22-നാണ് ഈ കുട്ടീനെ കാണാതായത്. അങ്ങനെ ഈ കുട്ടി കണ്ണൂർ യശ്വന്ത്പൂർ ട്രെയിനിൽ കയറിയിട്ട്, യശ്വന്ത്പൂർ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്, ബാംഗ്ലൂർ തന്നെയാണ്. അവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കുട്ടി കാണാൻ മറയത്താണ്. ആ വാപ്പയും ഉമ്മയും കണ്ണീരോടുകൂടി കാത്തുക്കാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എവിടെന്നെങ്കിലും ഈ കുട്ടിയെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇവരെ അറിയിക്കാം. കാരണം ഇതുപോലെ കാണാതാവുന്ന കുട്ടികളെയൊക്കെ സാധാരണ വേഗത്തിൽ കണ്ടു കിട്ടാറുണ്ട്. പക്ഷേ എന്തോ നിർഭാഗ്യം, ഈ കുട്ടിനെ ഇതുവരെ കുട്ടി ബാംഗ്ലൂരിലുണ്ട് എന്നുള്ള CCTV ദൃശ്യങ്ങളും ഫോട്ടോസുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി വീട്ടിൽ നിന്നൊരു ചെറിയ വഴക്കായിട്ടാണ് 22-ാം തീയതി ഒരു വൈകിട്ട് ഒരു 6 മണി സമയത്ത്, ആ സമയത്ത് അവൻ്റെ ഒരു റെഡ് ടീഷർട്ട് പോലത്തെ ഒരു ജേഴ്സി പോലത്തെ ഒരു ഡ്രസ്സും മുണ്ടൊക്കെ എടുത്തിട്ടാണ്, ഇവൻ്റെ കയ്യിൽ 600 രൂപയുണ്ട്. ഇവൻ അതെടുത്ത് ചെറിയൊരു ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഇവൻ ഇറങ്ങിയിട്ട് ഇവൻ ബസ്സിൽ കയറി അങ്ങനെ നേരെ തിരൂര് വന്ന്, തിരൂരിൽ നിന്ന് ഇവൻ ഡ്രസ്സ് മാറ്റി ഒരു ബ്ലാക്ക് ഷർട്ടും ഒരു വൈറ്റ് പാൻറ്റും ഇട്ടിട്ട് ഇവന് ട്രെയിനിൽ കയറിയ വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ ട്രെയിനിൽ കയറിയ CCTV ദൃശ്യങ്ങളുണ്ട്. ഇവൻ ട്രെയിനിൽ നേരെ കയറിയത് യശ്വന്ത്പൂർ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലുള്ള മറ്റൊരു സ്ഥലം, ബാംഗ്ലൂരിൻ്റെ തിരക്ക് ഒഴിഞ്ഞൊരു ഭാഗം. അവിടെ ഇറങ്ങിയ ദൃശ്യങ്ങളുണ്ട്. ഇവൻ അവിടുന്ന് ഭക്ഷണം കഴിച്ച ഹോട്ടലിലെ ദൃശ്യങ്ങളുണ്ട്. പിന്നെ ഇവനെക്കുറിച്ച് വിവരങ്ങളില്ല. അവിടുത്തെ മലയാളി സമാജവും തിരൂർ പോലീസും ബാംഗ്ലൂരിൽ പരാതി കൊടുത്തത് പോലീസൊക്കെ ഗംഭീരമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. പൊന്നുമോനെ, നീ എങ്ങാനും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പൊന്നുമോനെ, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയി. നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ പൊന്നുമോനെ തിരിച്ച് ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ മക്കളെപ്പോലെ നമ്മൾ കരുതാം. ഈ വീഡിയോ കാണുന്ന ബാംഗ്ലൂരിലൊക്കെ ഉള്ള മലയാളികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി ഈ വീഡിയോ നമ്മുടെ മറ്റു മലയാളി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. എവിടെയെങ്കിലും ഹോട്ടലുകളിലോ മറ്റോ ഒരു പക്ഷേ പണിക്കാനായിട്ട് നിൽക്കുന്നുണ്ടാവാം, അല്ലാതെ വേറെ മാർഗ്ഗങ്ങളില്ലല്ലോ. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിലേക്കോ നിങ്ങൾ അറിയിക്കാം. തിരൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, ബാംഗ്ലൂർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബാംഗ്ലൂരിലെ മലയാളം സമാജം പ്രവർത്തകർ ഗംഭീരമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇനി പടച്ച റബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൂടി അതിൽ ഉണ്ടാവണം, ആ ഒരു സഹായം കൂടി ഉണ്ടാവണം. നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ദുആ ചെയ്യും. ഒരുപാട് കുട്ടികൾ എങ്ങനെ ദിവസവും കാണാതെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി മറ്റെല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാം. ആരുടെയെങ്കിലും ഒരാളുടെ കണ്ണിൽ ഇത് പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ അത് നിങ്ങൾ സ്റ്റേഷനിൽ അറിയിക്കാനും അത് ആ കുട്ടിയെ കിട്ടാനൊരു കാരണമാവുകയും ചെയ്താൽ അത് വലിയൊരു ആശ്വാസമാണ്. ചെറിയ കാരണങ്ങളിലാണ് പലപ്പോഴും ഈ കുട്ടികൾ വീട് വിട്ട് ഇറങ്ങുക. സാധാരണ കുട്ടികൾ സ്വമേധയാൽ വീട് വിട്ട് ഇറങ്ങുന്നവരാണെങ്കിൽ ചില കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതാണ്. അതായത് പ്രണയം നടിച്ച് അങ്ങനെ ഇങ്ങനെ അത് കൊണ്ടുപോകുക. അത് കുടുംബത്തിനകത്തു നിന്നുള്ളവരോ അല്ലെങ്കിൽ കുട്ടി അറിയുന്നവരാണ്. ഇതൊക്കെ കുട്ടികൾ ചെറിയ വഴക്കുണ്ടാകുമ്പോൾ ഇറങ്ങിപ്പോവന്നെ. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു 98% കുട്ടികളെയും തിരിച്ച് കിട്ടാറുണ്ട്. ഞാനൊരു മുത്തഅല്ലിമിനെ കാണാതായി എന്നൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു. ഇന്നലെ ഇതുപോലെ ഒരു കുട്ടീനെ കോഴിക്കോട് ഭാഗത്ത് കാണാതായിട്ട് പിന്നെ അവരൊക്കെ കിട്ടി. അവരൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്ക് കിട്ടിയതൊക്കെ. ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞ് 22-ാം തീയതി, ഇപ്പം ഇന്നൊക്കെ എത്ര, ഇന്ന് 29 ഇപ്പം ഈ വീഡിയോ പറഞ്ഞ ദിവസം 29 സെപ്റ്റംബർ 2025. അപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്താനുള്ളൊരു മനസ്സ് അല്ലാഹു കൊടുക്കട്ടെ, നല്ല സാഹചര്യങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുക്കട്ടെ. വേറെയും ഒരുപാട് കുട്ടികളെ കാണാതെ, ഇതിന് മുൻപ് നമ്മൾ എടമണ്ണപ്പാറയിൽ ഇതുപോലെ ഒരു കുട്ടി വീട്ടിൽ നിന്ന് അതും ഇതുപോലെ ഇങ്ങനെ എന്തോ ചെറിയ പിണക്കൊക്കെ ആയിട്ട് മൊബൈൽ പിടിച്ചതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിപ്പോയതാണ്. ആ കുട്ടിയെ പിന്നെ കിട്ടിയിട്ടില്ല. കൂട്ടത്തിൽ നമ്മളൊരു കാര്യം കൂടി നമ്മൾ ദുആ ചെയ്യണം. ഒരു കുട്ടിയുടെ കാര്യം കൂടി നമ്മൾ പറയാനുണ്ട്. ആലുവയിൽ ഇന്നലെ UC കോളേജിനടുത്തൊരു മുഹമ്മദ് സിനാൻ എന്നൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു വീടിനടുത്തൊരു തെങ്ങുണ്ട്. ആ തലപോയ തെങ്ങാണ്. ആ തെങ്ങിൻ്റെ പൊത്തിലൊരു തത്തുണ്ട്. അപ്പോൾ ആ തത്തനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടെ തെങ്ങ് മുറിച്ചത്രേ. അപ്പോൾ തലപോയ തെങ്ങല്ലേ, കേടന്ന തെങ്ങല്ലേ, ആ ചെറിയ തെങ്ങായിരിക്കും കുട്ടികൾ മുറിക്കുക. ഇവനും ഇവൻ്റെ കൂട്ടുകാരൊക്കെയാണ് മുറിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആ ഒരു തെങ്ങ് ഈ മുഹമ്മദ് സിനാൻ്റെ മേലേക്ക് വീണു. മുഹമ്മദ് സിനാനെ ആ അപകടത്തിൽ മരണപ്പെട്ടു എന്നൊരു വാർത്ത എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കുട്ടികൾക്ക് ഈ എന്താ പറയുക, പ്രാവ്, തത്ത, ഇതൊക്കെ വലിയ കൗതുകം ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അതിനെ വളർത്താനോ നോക്കാനോ ആയിരിക്കണം ഇതിൻ്റെ പൊത്തിലുള്ള ഈ തത്തനവൻ കുറച്ച് ദിവസമായിട്ട് കാണലുണ്ട്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ആ കുട്ടി മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ ഒരു കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ പേഴ്സണലി ആ കുടുംബത്തെ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിലും താഴെ വിവരങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട്, ആ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കുട്ടികളുടെ ഈ പിണക്കങ്ങൾ, ചെറിയ പിണക്കങ്ങൾ വരുമ്പോഴൊക്കെയാണ് ഈ കുട്ടികൾ വീട് വിട്ട് ഇറങ്ങാം.
3 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളോട് ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കുക. നിങ്ങളൊരു പാരൻ്റ് നിലക്ക്, രക്ഷിതാവ് നിലക്ക് നിങ്ങളിത് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കുക. ഇനി കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക. കണ്ടില്ലേ ഉമ്മ ഉപ്പ ഇത് ചെയ്യാൻ പാടില്ല, കണ്ടില്ലേ ഇതാണ് പ്രശ്നം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മൾ കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ നോക്കുക. കുട്ടികൾ എന്ത് ചെയ്താലും കുട്ടികളെ നമ്മൾ ഗുണദോഷിക്കേണ്ടതാണെങ്കിൽ ഗുണദോഷിക്കണം. പക്ഷെ ഇത് കുറ്റപ്പെടുത്തി കൊണ്ടാവരുത്. കുറ്റപ്പെടുത്തൽ എന്നുള്ളത് വളരെ മോശം പ്രവർത്തനമാണ്. ഒട്ടുമിക്ക രക്ഷിതാക്കളും ചെയ്യുന്നൊരു രീതിയാണെന്ത്, കുട്ടികളിലേക്കൊന്ന് വല്ല വികൃതിയോ അല്ലെങ്കിൽ വല്ല കൊള്ളരുതായ്മകളോ ചെയ്താൽ അങ്ങോട്ട് കുയ്യ അങ്ങനെ തന്നെയാണ് അന്നക്കാരണം അല്ലേ, ഇങ്ങനെ എന്ത് ചെയ്താലും ഈ കുട്ടീനെ ഒരു ബാഡ് ഇമേജിലേക്കാക്കി മാറ്റുന്ന ഒരു രീതി, ഇതാണ് കുറ്റപ്പെടുത്തൽ. ഇതൊരിക്കലും ഒരു രക്ഷിതാവിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. പക്ഷേ മിക്കപ്പോഴും ഇതാണ് ചെയ്യാറ്. ഇതാണ് നമ്മുടെ കുട്ടികളുടെ പ്രശ്നം. കുട്ടികൾക്ക് അഡോളസൻസ് പ്രായമാണോ, കൗമാരക്കാലത്തിലേക്ക് എത്തിയ കുട്ടികളാണോ ഈ കുറ്റപ്പെടുത്തൽ ഒരിക്കലും സഹിക്കില്ല. അപ്പോൾ അതാണ് ഒന്നാമതൊരു കാര്യം, കുറ്റപ്പെടുത്തരുത്. കുറ്റപ്പെടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. രണ്ടാമതൊരു കാര്യം, കുട്ടികളെ കമ്പയർ ചെയ്യാം. കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ കണ്ടില്ലേ, ഒരു മൂസക്കാൻ്റെ മോനെ കണ്ടില്ലേ, ആ മൂസക്കാൻ്റെ മോനെ എൻ്റെ കൂടെ പഠിക്കണം തന്നെയല്ലേ ഓൻ എന്തൊരു ഉഷാറാണ്, നിസ്കരിക്കാൻ നേരത്ത് പള്ളി പോകുന്നുണ്ട്, കണ്ട മൊബൈൽ നോക്കാതെ ഫുഡ് കഴിക്കുന്നുണ്ട്, അങ്ങനെ റീൽസ് അധികം കാണില്ല. ഇങ്ങനെ കുട്ടികളെ എന്തെങ്കിലും പറയുമ്പോഴേക്കൊക്കെ ഇങ്ങനെ വേറൊരുത്തനുമായിട്ട് കമ്പയർ ചെയ്യുക. ഓരോ കുട്ടികളും ഓരോന്നാണ്. ഓരോ കുട്ടികൾക്കും അവരുടേതായ കഴിവുകേടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന 2 വർഗ്ഗമാണ് ഈ ലോകത്തുള്ളത്. ഒന്ന് അധ്യാപകരും മറ്റൊന്ന് രക്ഷിതാക്കളും. വേറെ കുട്ടികളെ നോക്കിയിട്ട് കമ്പയർ ചെയ്യുക. ഓരോരുത്തരും ഓരോ യൂണിക്നെസ് ആണ്. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡായിട്ട് മക്കളെ പേരൻറ്റിങ്ങിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ സഹോദരമായിട്ടും കമ്പയർ ചെയ്യാൻ പാടില്ല. വീട്ടിൽ വേറെ കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ 2 പ്രശ്നം നടക്കണം. ഒന്ന്, കുട്ടിക്ക് അത് ഇഷ്ടപ്പെടില്ല. 2, ആരായിട്ടാണോ കമ്പയർ ചെയ്യണത് അവരോട് ഭയങ്കര വിരോധം ഉണ്ടാവും, ഭയങ്കര ദേഷ്യമായിരിക്കും. മൂന്നാമതൊരു കാര്യം, കനത്ത അച്ചടക്കം കൊടുക്കുക. അതായത് കുട്ടികളെ ഭയങ്കര കർശനമായിട്ട് വളർത്തുക. എന്തുണ്ടെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് വലിയ ശിക്ഷ കൊടുക്കുക. ഒന്നും പറഞ്ഞാൽ ഒരു കാര്യം കുട്ടി എന്ത് പറഞ്ഞാലും ശരി, വാപ്പയായാലും ഉമ്മയായാലും ഭയങ്കര അച്ചടക്കം കൊടുത്ത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ, ഒരു കമാൻഡിങ് സ്വരത്തിലാക്കി മാറ്റുക. ഈ 3 സ്വഭാവങ്ങളും നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പല സ്വഭാവ വൈകല്യങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു പൊന്നുമോനക്ക് വേണ്ടി, മുഹമ്മദ് ഷാദിൽ എന്ന ഈ 15 വയസ്സുള്ള പൊന്നുമോനെ കണ്ടെത്താൻ വേണ്ടി ദുആ ചെയ്യുക. കൂട്ടത്തിൽ ആ ഒരു ആലുവ UC കോളേജിനടുത്തുള്ള മുഹമ്മദ് സിനാൻ എന്ന അപകടത്തിൽ മരണപ്പെട്ടു പോയ രക്തസാക്ഷിയുടെ പുണ്യമാണ് ആ കുട്ടിക്ക് കിട്ടുക. ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുക. കൂട്ടത്തിൽ നമ്മൾ ഗാസയിലുള്ള പാവം സാധാരണ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ആ കുട്ടികൾ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, സാധാരണ നമ്മൾ ചോദിക്കാത്തൊരു ചോദ്യമാണ്. ഇന്നലത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാവരും എഴുതി. സിനിമാ നടൻ ഇളയ ദളപതി വിജയ് എന്നുള്ളതാണ്. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, സുജൂദില്ലാത്തൊരു നമസ്കാരമുണ്ട്. ഈ നമസ്കാരത്തിന് എന്തില്ല? സുജൂദില്ല. സുജൂദാണ് നമസ്കാരത്തിൻ്റെ ഒരു മെയിൻ ഒരു പാർട്ട്, സുജൂദാണ്. പക്ഷേ ഈ ഒരു നമസ്കാരം ഫർള് കിഫയായ നിസ്കാരമാണ്. കാരണം ഒരു സന്ദർഭത്തിൽ, ചില സന്ദർഭങ്ങളിൽ അത് വിശ്വാസികൾ ചെയ്യേണ്ടുന്ന ഒരു നിസ്കാരമാണ്. ആ നാട്ടിൽ ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. എന്നാൽ ഒരാളെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ഒരു നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ എന്തില്ല, ലൈഫിൽ നമ്മൾ ഒരിക്കലും ഇത് ചെയ്തിരിക്കണം. നമുക്ക് വേണ്ടി മറ്റുള്ളവരാണത് നിസ്കരിക്കുക. നമ്മളെന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി നിസ്കരിച്ചാലേ നമുക്ക് വേണ്ടി ഇത്തരം ആളുകൾ അത് വരുള്ളൂ. അപ്പോൾ ഏത് നിസ്കാരത്തിലാണ് ഈ സുജൂദില്ലാത്ത നമസ്കാരം എന്നുള്ളതാണ് ഇത് ചോദ്യം. ഒരു ഫിഖ്ഹിയായ ചോദ്യമാണ്. മിക്കവാറും ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അങ്ങനെ അത്ര മണ്ടന്മാർ നമ്മൾ ആവില്ലല്ലോ എന്നുള്ള വിശ്വാസമാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. കൂട്ടത്തിൽ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ആ കുട്ടിയെ കണ്ടെത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യുക. കണ്ടെത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സന്തോഷം നമുക്ക് അറിയിക്കേണ്ടതുണ്ട്. ആ വീട്ടുകാർക്ക് ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്നൊരു സന്തോഷമുള്ളൊരു വർത്താനം കിട്ടും. മാഷാ അല്ലാഹ് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ട്, ഒരു 3-4 ദിവസത്തിനകം ആ കുട്ടിയെ കിട്ടുക തന്നെ ചെയ്യുന്നുള്ളത്. എപ്പോഴും പ്രാർത്ഥനയിലുണ്ടാവുക. ഹബീബായ നബിയുടെ മനസ്സിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. എൻ്റെ കുട്ടീനെ കിട്ടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ കുട്ടികൾക്കൊന്നും ഒരു മോശം ഒരു മാനസികാവസ്ഥ കൊടുക്കാതിരിക്കട്ടെ. നല്ല മക്കളായ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന മക്കളായിട്ട് വളരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏത് നിസ്കാരത്തിലാണ് സുജൂദില്ലാത്തൊരു നമസ്കാരം എന്നുള്ളത്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രത്യേകതകളുള്ളൊരു നിസ്കാരമാണ്. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.